ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരീക്ഷാകാലം അടുത്തു വരുന്ന ഈ സമയത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കും അവർക്കും ചൊല്ലാവുന്ന ശക്തമായ 2-3 വചനങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വചനങ്ങളെല്ലാം 2-3 തവണ ഏറ്റുപറയുകയും അല്ലെങ്കിൽ ഒരു 31 തവണ ഇത് എഴുതി കാഴ്ചവെക്കുകയും ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ വചനം എന്ന് പറയുന്നത് സെഫാനിയ 3-ാം അധ്യായം 17-ാം തിരുവചനങ്ങളാണ്. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സെഫാനിയ 3-ാം അധ്യായം 17-ാം തിരുവചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. പരീക്ഷാ പേടി ഉള്ള മക്കൾ ഈ വചനം ഏറ്റുചൊല്ലി നിരന്തരം പ്രാർത്ഥിക്കുക. നമ്മൾ വായിക്കാനിരിക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് ടെൻഷനുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വചനങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. അടുത്ത വചനം എന്ന് പറയുന്നത് യെശയ്യാ 41-ാം അധ്യായം 13-ാം തിരുവചനങ്ങളാണ്. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ 41-ാം അധ്യായം 13-ാം തിരുവചനങ്ങൾ. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നമ്മൾ ഈ വചനം നമ്മൾ പരീക്ഷ എഴുതാൻ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഹൃദയത്തിൽ ഏറ്റുചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഈ വചനം നിരന്തരം ഒരു 7 തവണയൊക്കെ നമ്മൾ എഴുതുക. അടുത്ത വചനം യോഹന്നാൻ 14:26 തിരുവചനങ്ങളാണ്. 14-ാം അധ്യായം 26-ാം തിരുവചനങ്ങൾ. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നമ്മൾ എന്തെങ്കിലും പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന സമയത്ത് ഈ വചനം നമ്മൾ ഏറ്റുചൊല്ലുകയാണെങ്കിൽ ഇത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു പോയിട്ടുള്ള എല്ലാ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇതിന് ശേഷം ലാസ്റ്റ് ചെല്ലേണ്ട ഒരു വചനം, ഈ 3 വചനങ്ങളും ചെല്ലിയ ശേഷം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒരു വചനം കാഴ്ചവെക്കുന്നു. റോമ 8-ാം അധ്യായം 37-ാം തിരുവചനങ്ങൾ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. റോമ 8:37 തിരുവചനങ്ങൾ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. അപ്പം നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ക്രിസ്തു മുഖേന നമുക്ക് എല്ലാം നേടാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം ഈ വചനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിനുശേഷം നമ്മൾ ഒരു വിശ്വാസ പ്രമാണം കാഴ്ചവെക്കണം. ഒരു സ്വർഗസ്നായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും നമുക്ക് ചെല്ലാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡക സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ സ്രോതസ്സിലേക്ക് എന്നുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും എത്തിമാറ്റിലും വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാം പൂജ്യമാണെമെങ്കിൽ രാജ്യം പരമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു.